ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇന്നെനിക്ക് ഫിലോപ്പി മീൻ കിട്ടി. അത് ഞാൻ മസാലയൊക്കെ പുരട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ച് നല്ലതായിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഇത് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വരാം. ഓക്കെ. ഒരു സ്പെഷ്യൽ കൂട്ട് കൂടെ നമുക്കിടാം. സ്പെഷ്യൽ കൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് അപ്പുവിനെ അറിയുള്ളൂ. അപ്പു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും അവൾ കുഞ്ഞൊരു മസാല ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഓക്കെ. നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാൻ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. ഇപ്പോൾ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ. കഴിഞ്ഞപ്പോൾ നമുക്ക് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മീനും കൂടി ഇടാം. നമുക്ക് ഫിഷ് ഇങ്ങോട്ടേക്ക് ഇടാം. ഈ 2 ഫിഷായിട്ട് ഇത് ഇപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് ഇവിടെ കിടന്ന് ഫ്രൈ ആവും. അപ്പം നമ്മുടെ മീൻ എണ്ണയിലിരുന്ന് കുഞ്ഞായിട്ട് ചെറിയ തീയിലിരുന്ന് ഫ്രൈ ആവുന്നുണ്ട്. ചെറിയ തീ വെച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളൊക്കെ വേണമെങ്കിൽ ചെറിയ തീ വെക്കണം. ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ എല്ലാവർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈലുണ്ടാവും അല്ലേ? എപ്പോഴും നമ്മൾ ഒരുപോലല്ലല്ലോ വെക്കുന്നത്. പലപ്പോഴും പല രീതിയിൽ വെക്കും. അപ്പോൾ ഞാൻ വെക്കുന്ന സ്റ്റൈല് ഇങ്ങനെയാണ്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ ടൈപ്പായിരിക്കും വെക്കുന്നത്. അപ്പം നമ്മുടെ മീൻ ഇവിടെ കിടന്നു ഫ്രൈ ആവട്ടെ. അതുപോലെ നമുക്ക് തീ കുറച്ചിട്ട് നോക്കാം. ഹാഫ് കുക്കാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഹാഫ് കുക്ക് ഒരു വശമായിട്ടുണ്ട്. നമുക്ക് ചെറു തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതും എന്ത് ചെയ്യുമ്പോൾ നമുക്ക് തിരി വലുതായിട്ട് കൂട്ടി വെക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ല്. നമ്മുടെ ഫിഷ് ഒരു വശം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല സ്മെല്ലും നല്ല ഇതുമുണ്ട്, നല്ല നിറവുമുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫിഷാണ്. നല്ല ചൂടായിട്ടിരിക്കുന്നു. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.